ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പ്രജിത്ത്, വീട് ഇടുക്കി. ഒരുപാട് തവണ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു പോയിട്ടുണ്ട്. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പക്ഷേ ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ വരും, തിരക്കൊക്കെ കാണും, ഞാൻ തിരിച്ചു പോകും. പക്ഷേ ഇത്തവണ എന്താണ് മാതാവ് ഇങ്ങോട്ട് വിളിച്ചു. അതിന് മാതാവ് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് പ്രജിത്ത് എന്നാണ്, വീട് ഇടുക്കിയിലാണ്. ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയുള്ള ഒരു നേഴ്സിംഗ് കോളേജിൻ്റെ കേരള ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആദ്യത്തെ വർഷം ഞാൻ ജോലിക്ക് കയറി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ജോലിയായിട്ട് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാറിൻ്റെ ഒരു വാഹനം എൻ്റെ കയ്യിൽ വെച്ച് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടാണ് വണ്ടി തട്ടിയത്. അപ്പോൾ സാറെന്ന് പറഞ്ഞാൽ സാറ് ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, ഈ രീതി പറയുന്നത് ശരിയാവുന്നില്ല, വണ്ടിയുടെ നഷ്ടം മൊത്തം തന്നോന്ന് പറഞ്ഞു. ശരി സാറേ, തന്നേക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സാറിന് മൊത്തത്തിൽ ദേഷ്യമായി. പിന്നെ ഞാൻ ആ ജോലി അവിടുന്ന് രാജിവെച്ചിറങ്ങി. അവിടുന്ന് രാജിവെച്ചിറങ്ങിയപ്പോൾ ഞാൻ അന്നേരം ഉടമ്പടിയിലല്ല. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കിയിട്ട് മാതാവിനോട് ഒരു കേസായി ഇവിടെ നിന്ന് പറഞ്ഞിട്ട്, അമ്മേ എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ തിരിച്ച് എൻ്റെ സാറിൻ്റെ അടുത്ത് എനിക്ക് ജോലിക്ക് കയറണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടാണ്. അപ്പോൾ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ പല കമ്പനിയിൽ നിന്ന് തന്നെ വിളിച്ച്, നീ ഇനി അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ, ഇങ്ങോട്ട് ആ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ജോലിക്ക് കയറിയില്ല. എൻ്റെ സാറിൻ്റെ വിളിക്ക് വേണ്ടി ഞാൻ നോക്കിയിരുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓർഫണേജിൽ പോയിട്ട് അവിടെ ഏകദേശം ഒരു 60ഓളം പേഷ്യൻസ് പേരൻസുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എന്നിട്ട് ഞാൻ അവരുടെ ഡ്രസ്സ്, ഞങ്ങൾ 2 പേര് ഈ 60 പേരുടെ ഡ്രസ്സ് ഇറക്കിക്കൊണ്ടിരിക്കുക. അന്നേരം പെട്ടെന്ന് 25 ദിവസം കൊണ്ട് സാറിൻ്റെ ഒരു കോള്. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് വെച്ച്, പ്രജിത്ത എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ സാറേ ഇവിടെയാണ്, ഞാനിങ്ങനെ ഈ പേരൻസിന് തുണി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യുക, തുണിയിറക്കെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഓഫീസ് തുറക്കണമെന്ന് പറഞ്ഞു. അതായത് എൻ്റെ സാറിൻ്റെ സ്വഭാവം വെച്ച് ഒരാൾ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാറ് പിന്നെ തിരിച്ച് വിളിക്കുന്നതല്ല. മാതാവിൻ്റെ കൃപ കൊണ്ട് സാർ എന്നെ തിരിച്ച് വിളിച്ചു. അതേ ഓഫീസിൽ കൺസൾട്ടൻ്റായിട്ട് നിന്ന് ഞാനിപ്പോൾ ഓഫീസിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അതും മാത്രമല്ല, ആ സാറിൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നത്. അതിനുശേഷം സാർ ആ വണ്ടി കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വണ്ടി കൊടുക്കണ്ട സാറേ, നല്ല വണ്ടിയല്ലേ, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അന്നേക്കാവെന്ന് ചോദിച്ചു. അന്ന് വൈകുന്നേരം സാറിൻ്റെ ഓഫീസിലോട്ട് വിളിച്ച് താക്കോൽ എന്നിട്ട് പറഞ്ഞു, പ്രജിത്ത നീ വണ്ടി കൊണ്ടുപോകണം പറഞ്ഞു. ഞാൻ ആ വണ്ടി മേടിച്ചതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വണ്ടിയുടെ നമ്പർ അവസാനം 7ഉം ആ വണ്ടിയുടെ കളറ് സിൽവർ ഗ്രേയും ആയിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തോടെ വണ്ടി മേടിച്ചു, വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ വീട്ടുകാർ എന്ന് ചോദിച്ചാൽ, വീട്ടുകാർ നിനക്കെന്തിനാണ് ഈ 2 വണ്ടിയെന്ന് ചോദിച്ചു. അതിന് മുമ്പ് എനിക്ക് വേറൊരു വണ്ടി കിട്ടിയായിരുന്നു. അതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇടുക്കിയിലാകുമ്പോൾ എന്നാലും നല്ല തണുപ്പാണ്, മൂന്നാർ അടുത്തത് നല്ല തണുപ്പാണ്, രാവിലെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് എന്ന് രാവിലെ നടന്നു പോകാൻ പറ്റും, എനിക്കൊരു ചെറിയ വണ്ടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞത്തേക്ക് മാതാവ് എനിക്ക് ചെറിയൊരു വണ്ടി മേടിച്ചു തന്നു. ആ വണ്ടിയുടെ നമ്പറിൻ്റെ തുടക്കവും അവസാനം 7ആണ്. അതുമാത്രമല്ല, ആ വണ്ടി കിട്ടി എങ്ങനെ വെച്ചാൽ, എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്തൊരു വണ്ടിയുണ്ടല്ലോ, എനിക്ക് ആ വണ്ടി തന്നേക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ വണ്ടി പല ആൾക്കാർ ചോദിച്ചാൽ ഞങ്ങൾ ഈ വണ്ടി തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആയുധം കൊണ്ട് നടക്കുമല്ലോ, അതുപോലെ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ഉപ്പെടുത്ത് എൻ്റെ കൂട്ടുകാരൻ കാണുക, വിശ്വാസപ്രമാണം ചൊല്ലി നേരെ വണ്ടിക്കകത്തിട്ട്, ഈ വണ്ടി നിങ്ങൾ ഇനി വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ആ വണ്ടി ഈ 3 ദിവസത്തിനിടയ്ക്ക് പല ആൾക്കാർ വണ്ടി കണ്ടു. പക്ഷേ അവർ പറഞ്ഞേക്കഴിഞ്ഞാൽ കൂടിയ വിലയും പറഞ്ഞു, അവർക്ക് ആ വണ്ടി കൊടുക്കാൻ പറ്റില്ല. അവർ എന്നെ തന്നെ 3-ാം ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പ്രജിത്തെ ഈ വണ്ടി നീ തന്നെ എടുത്തോളാൻ പറഞ്ഞു. മൊത്തത്തിൽ ഇപ്പോൾ 2 വണ്ടിയായേ. അതിനുശേഷം ഞാൻ ഒരു ബൈക്ക് കണ്ടപ്പോൾ ആ ബൈക്കിൻ്റെ ഫസ്റ്റ് നമ്പർ 7ഉം അവസാനത്തെ നമ്പർ 7. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെന്ന് കണ്ടിട്ട് സാറിനെ വിളിച്ചു, സാറേ എനിക്കൊരു ബൈക്ക് കണ്ടു. അപ്പോൾ സാറ് നിനക്കിപ്പോൾ 2 വണ്ടിയില്ല സാറേ, നല്ല വണ്ടിയാണ് സാറേ, ഞങ്ങൾക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. നമ്പർ 7ആണെന്ന് പറഞ്ഞു. ആ ശരി, നിനക്ക് 7 ഭയങ്കര ഇഷ്ടം, നീ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ 35,000 രൂപയേ ഉള്ളൂ, വണ്ടിയുടെ വില 75,000. സാർ അന്നേരം തന്നെ ബാലൻസ് പൈസ ഇട്ടെന്ന് ഞാൻ ആ വണ്ടിയും മേടിച്ചു. മൊത്തം 3 വണ്ടി എൻ്റെ വീട്ടിൽ. അതെല്ലാം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ആ ജോലി മാതാവ് തിരിച്ച് തന്നതിനെ കൊണ്ട് മാത്രം കിട്ടിയതാണ് ഈ 3 വണ്ടി. അതിനുശേഷം ഈ നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. ഒരു ദിവസം രാവിലെ അമ്മ ഇന്ന് രാവിലെ 5:30 ആകുമ്പോൾ, നേരത്തെ തൊട്ട് വീട്ടിൽ പശു ഉണ്ടായിരുന്നു, 5:30 ആകുമ്പത്തേന് അമ്മ ഇന്ന് രാവിലെ എഴുന്നേക്കും. അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചെൻ്റെ കാല് തളർന്നു പോകുന്നില്ല. അപ്പം തന്നെ ഞങ്ങൾ ഉടമ്പടിത്തേലും തേച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തൊട്ട് താഴത്തെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ വളരെ നല്ല ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നേഴ്സും ഡോക്ടറും നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സ്ട്രോക്കിൻ്റെ ആണെന്ന് ചെറിയൊരു ഇതുണ്ടോ എന്ന് പറഞ്ഞു. അന്നേരം തന്നെ അമ്മച്ചിയുടെ നാക്ക് കുഴഞ്ഞു പോവുക. അപ്പം തന്നെ എൻ്റെ മനസ്സിന് ആരോ പറഞ്ഞു, വേറെ എങ്ങനെ കൊണ്ടുപോകണം പറഞ്ഞു. പെട്ടെന്ന് തന്നെ തൊടുപുഴ സ്മിതയെ ഞാൻ വിളിച്ചു വെച്ചാൽ, കറക്റ്റ് അവിടെ ഡോക്ടറുണ്ട്. അവിടെ ചെന്നു, ഇതേ വണ്ടിക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. വേറെ ഒരു കുഴപ്പം അവിടെ വരും. അമ്മച്ചി 2 തവണ വൊമിറ്റ് ചെയ്താലാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്ന് നേരെ അമ്മച്ചി ICUവിൽ. 3 ദിവസം അമ്മച്ചി ICUവിൽ. ഡോക്ടർ എന്നോട് പറഞ്ഞത്, മോനെ മേജർ സ്ട്രോക്കായിരുന്നു, നീ കൊണ്ടുവരാൻ 1 മണിക്കൂർ താമസിച്ച് പോയിരുന്നെങ്കിൽ നിൻ്റെ അമ്മേനെ നിനക്ക് കിട്ടില്ലായിരുന്നു പറഞ്ഞു. അതിനുശേഷം സ്ട്രോക്കാന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് അമ്മച്ചിയുടെ ഒന്ന് കാണാൻ കയറണം, ഉടമ്പടിത്തേലും തേക്കണമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ എന്താ പറഞ്ഞു, മോനെ നീ ആരും കാണാണ്ട് കയറിക്കോളാൻ പറഞ്ഞു. പല തവണ ഞാൻ കയറി. അമ്മച്ചി ഒരാഴ്ച അടുത്തോ ഇവിടെ ഉണ്ട്, ICUവിലുണ്ടായിരുന്നു. ഞാൻ കയറി ഉടമ്പടിത്തേലും തേച്ചു. അമ്മച്ചി പഴയ പോലെ തിരിച്ചു വന്നു. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോനെ പഴയതുപോലെ നിൻ്റെ അമ്മച്ചി ജീവിതത്തിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 3 മാസം എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്നു. എന്നത്തെ പോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലുന്നു, ഉടമ്പടിത്തേലും തേക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞു.
8 ദിവസമായി, 9 ദിവസമായി, 10 ദിവസമായി. 10ാം ദിവസം ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് ഞങ്ങൾക്ക് കാപ്പി കിട്ടുന്നത്. ഇതാണ് അമ്മച്ചി നിൽക്കുന്നത്. അമ്മച്ചിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മ മാതാവ് എനിക്ക് എൻ്റെ അമ്മേനെ തിരിച്ചു തന്നു. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് അവിടെ ചെയ്യേണ്ടത് വെച്ചാൽ 6 മാസം അഡ്മിഷൻ ചെയ്യണം, 6 മാസം ഓഫീസ് ഡ്യൂട്ടിയാണ്. ഞാൻ കയറിയ ആദ്യത്തെ വർഷം ഞാൻ ചെയ്തത് 6 അഡ്മിഷനേ ചെയ്തുള്ളൂ. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാതാവ് അത് 28 അഡ്മിഷനായിട്ട് ഉയർത്തി തന്നെ. ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പിൽ എന്താണ് ആദ്യം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിനിടയ്ക്ക് ഏറ്റവും വലിയ വസ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 തൊട്ട് ഞാൻ ഹിന്ദു ആണെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയെ പറ്റി ഒന്നും അറിയത്തൊന്നുമില്ല. ജപമാലയും എല്ലാം പഠിച്ചായിരുന്നു. എനിക്ക് പറ്റുന്നത്രയും ജപമാല, ഏറ്റവും കൂടുതൽ ചൊല്ലിയിട്ട് ഒരു ദിവസം 26 ജപമാല ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈശോയായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല. ഉടമ്പടി വന്നതിന് ശേഷം, ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഈശോയായിട്ട് ഭയങ്കര കൂട്ടായി. തന്നെ യാത്ര പോകുമ്പോഴാണേലും അതുപോലെ എവിടെ പോകാൻ ഇറങ്ങുമ്പോഴാണ് എൻ്റെ മുറി വലിയൊരു ഈശോയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആദ്യം വീട്ടുകാർക്ക് ചെറിയ ഇതുപോലെ ആയിരുന്നു. പിന്നെ അവർ ഞാൻ നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നും ഞാൻ ആ ഫോട്ടോയുടെ അടുത്ത് തന്നിട്ട് ഈശോ ഞാൻ പോകും കേട്ടോ, അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ പോകണമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഇറങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഏറ്റവും കൂടി ഇപ്പോൾ 2 ദിവസത്തേക്കുള്ളിൽ ഞാൻ വീട്ടിൽ വെക്കത്തില്ല. പത്രം കൈ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് കൊടുത്ത് തീർത്തില്ല, എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് 2ാമത്തെ ദിവസത്തിനാണ് ഞാൻ ആ പത്രം കൊടുത്ത് തീർക്കും. പിന്നെ അതിനിടയ്ക്ക് രോഗികളെ കാണാൻ പോകാറുണ്ട്. പറയുന്ന പോലെ 2 ഓർഫണേജ് ഞാൻ സ്ഥിരമായിട്ട് പോവുകയും ചെയ്യും. അതുപോലെ അവിടെ നിന്നുള്ള പേരൻസിൻ്റെ നാമം വെട്ടി കൊടുക്കും, അവരുടെ ടോയ്ലറ്റ് കഴുകി കൊടുക്കും, അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കും, അവരുടെ വസ്തുക്കളാക്കി കൊടുക്കും, കൈയില്ലാത്ത ആൾക്കാരെ അവർക്കെന്ന് ഭക്ഷണം വാരി കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്നെ ഞാൻ മാതാവിന് കോടാനുകോട് നന്ദി പറഞ്ഞു. അതുമാത്രമല്ല സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചതിൽ മാതാവിനോട് ഞാൻ ക്ഷമയോടെ നിർത്തം ചെയ്യുന്നു. 101 സങ്കീർത്തനം 6 തിരുവചനം. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. പ്രജിത്ത് എന്ന മകൻ വളരെ സന്തോഷത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത്. നഴ്സിംഗ് കോളേജ് ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകനുണ്ടായ അവരുടെ ഓഫീസ് കാറ് ആക്സിഡൻറ്റിൽ പെട്ടപ്പോൾ അവരുടെ അധികാരികളുമായുള്ള ഒരു ഏറ്റുമുട്ടലിലാണ് മകൻ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. വളരെയധികം മറ്റ് ഓഫീസുകളിലും കമ്പനികളിലും ഓഫർ ലഭിച്ചെങ്കിലും ആ കമ്പനിയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും മൂലം അവിടേക്ക് തന്നെ തിരിച്ചു ചെല്ലണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഉടമ്പടിയെടുത്ത് 25 ദിവസത്തിനുള്ളിലാണ് ഈ മകന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് തന്നെ ഡയറക്ടർ ആ മകനെ തിരിച്ചു വിളിച്ച് ആ ജോലി നൽകിയത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എത്ര ഊർജ്ജസ്വലമായി നമ്മൾ ചെയ്യുന്നതോ, കാരുണ്യപ്രവൃത്തികളായി നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് തോന്നുന്ന അവസരങ്ങളിലെല്ലാം നമ്മുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നു എന്ന് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. പ്രജിത്ത് ചെയ്തതും അത് തന്നെയാണ്. ഒരു ആശ്രമത്തിൽ പോയി അവിടെയുള്ള പ്രായം ചെന്ന അമ്മമാരുടെയും മാതാപിതാക്കളുടെ എല്ലാവരുടെയും വസ്ത്രങ്ങൾ, 60 പേരുടെ വസ്ത്രങ്ങൾ ഒന്നിച്ചലക്കുക. നമ്മുടെ വീട്ടിൽ 2 പേരുടെ വസ്ത്രങ്ങൾ ഒരു ദിവസത്തെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം സമയമെടുക്കും, എത്രമാത്രം ടയേർഡാണ്. ഈ മക്കൾ അവിടുത്തെ അന്തേവാസിയും ഈ മകനും കൂടി 2 പേരും കൂടി ആ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡയറക്ടറിൻ്റെ കോൾ വന്നത്, നീ വളരെ പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണമെന്ന്. ഈ മകൻ ആ ഓഫീസ് നഴ്സസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ വർഷം വെറും 6 നഴ്സസാണ് വന്നിരുന്നത്. പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുടെ എല്ലാം സാമീപ്യം അവനോടുകൂടെ എപ്പോഴും ഉണ്ട്. എപ്പോഴും ജപമാലയിലൂടെയും വിശ്വാസ പ്രമാണത്തിലൂടെയും മകൻ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാമീപ്യം അവിടെ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 2ാമത്തെ വർഷം 6 എന്ന നമ്പർ, അഡ്മിഷൻ നമ്പർ, കുട്ടികളുടെ എണ്ണം കൂടി അവിടെ 28ആയി. ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാധ്യതകൾ വളരെ വലുതാണ്. ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, നിങ്ങളെപ്പോഴും ഉടമ്പടിയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾ എഴുതണമെന്ന്. ഒരു ഓഫീസിന് തന്നെ തൻ്റെ ആ ഓഫീസിനോടുള്ള അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആ കർമ്മസ്ഥലത്തോടുള്ള ആ ബദ്ധതയും ആ സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ട് ഇപ്പോൾ അവിടെ കുട്ടികൾ പഠിക്കാൻ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് ഈ മകൻ പറയുന്നു. അതുപോലെ തന്നെ ആ വണ്ടി, ഏത് വണ്ടി മൂലമാണോ അദ്ദേഹത്തിന് ജോലി അവിടെ നഷ്ടപ്പെട്ടത്, റിസൈൻ ചെയ്യേണ്ടി വന്നത്, ആ വണ്ടി തന്നെ ഗ്രേ കളർ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വിളിച്ചറിയിക്കുന്ന 7 എന്ന അടങ്ങുന്ന നമ്പറിലുള്ള വണ്ടി മകന് തന്നെ സ്വന്തമായി നൽകുകയും അതേ തുടർന്ന് മറ്റു വണ്ടികളും 7 എന്ന അട്രാക്ഷൻ പരിശുദ്ധ അമ്മയുടെ നമ്പറാണ്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസത്തിൻ്റെ ആ നമ്പർ തന്നെ 3 വണ്ടികളും ഈ മകന് പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചതായി ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ പ്രജിത്തിൻ്റെ അമ്മയ്ക്ക് ഒരു മേജർ സ്ട്രോക്ക്, ഡോക്ടേഴ്സ് അധികാരികളും ഹോസ്പിറ്റൽ പറഞ്ഞത് ഇതൊരു മൈനറാണെന്നാണ്. പക്ഷേ
പ്രജിത്തിനെ ആ ഒരു പരിശുദ്ധ അമ്മയോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തപ്പോഴാണ് അമ്മ വളരെയധികം ക്ഷീണിതയാണ്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആണ്, ഇനി 3 മാസത്തിനുള്ളിൽ അമ്മ അല്ലെങ്കിൽ ഒട്ടും തന്നെ എഴുന്നേറ്റ് നടക്കുകയില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആ സ്ഥിതിയിൽ തന്നെ മകൻ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വളരെ കൃത്യമായി നേർച്ച വസ്തുക്കൾ പൂശി, തൈലം പൂശി പ്രാർത്ഥിച്ചു. 3 മാസം എന്നുള്ള സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരാഴ്ച സമയത്തിനുള്ളിൽ അമ്മ ഇന്ന് അൾത്താരയിൽ വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇത് സഹോദരൻ പറയുകയുണ്ടായി, ഞാൻ അമ്മയുടെ ഫാനായിരുന്നു. ഇതിലൂടെയാണ് ഞാൻ എന്നും ജപമാല 24 ജപമാല ഞാൻ ഒരു ദിവസം ചൊല്ലുമായിരുന്നു. പക്ഷേ ഈശോ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈശോയുടെ കൂടെ നടക്കുന്ന ഒരു വലിയ അനുഭവം ഈ മകന് ഉണ്ടായതായി വെളിപ്പെടുത്തുകയാണ്. ഞാൻ പോവുകയാണ്, എൻ്റെ കൂടെ വരണം. അങ്ങനെ ഒരു എമ്മാവൂസ് അനുഭവം, നീ എൻ്റെ കൂടെ വസിക്കണം എന്നുള്ള ഏറ്റുപറയാനുള്ള ഈ മകൻ്റെ വലിയ തീക്ഷ്ണതയും സ്നേഹവും. ഈശോ ഇഷ്ടപ്പെട്ടവരെയാണ് മലമുകളിൽ കയറി 12 പേരെ തിരഞ്ഞെടുത്ത് വിളിച്ച് വിശുദ്ധീകരിച്ചത് എന്ന് പറയുന്നു. ഈശോ എല്ലാവരുടെയും നീതിയോടെ സ്നേഹിക്കും, പക്ഷേ ഇഷ്ടപ്പെടുന്നത് വളരെ ചുരുക്കം പേരെയാണെന്ന് നമുക്ക്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുടെ നമ്പറിലാണ് നാം അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നാം വളരെ ചുരുക്കം വ്യക്തികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. പ്രജിത്തിനെ വളരെയധികം ഈശോ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഈശോയോട് വളരെ ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സാക്ഷ്യം പറയാൻ വൈകി എന്നാണ് ഈ മകൻ ഇവിടെ ഏറ്റുപറയുന്നത്. പല മക്കളും ഇങ്ങനെ തിരക്ക് കാരണമോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് സാക്ഷ്യം പറയാൻ വൈകിക്കൊണ്ട് അവർ മടിച്ചു പോകുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ സാക്ഷ്യം, എൻ്റെ സാക്ഷ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഉള്ള പ്രചോദനം ലഭിക്കാതെ പോകരുത്. ഈശോയുടെ ആ ക്രിസ്തു കൈമാറ്റം ഈശോയിൽ രൂപപ്പെടുന്നുവെന്നും നാം പറയാതെ പോകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പ്രജിത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.